എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. വളരെ പ്രാധാന്യത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വാർത്തയെക്കുറിച്ചിട്ടാണ്. ജസ്റ്റിസ് ഫോർ മിഹിർ എന്നൊരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മളിൽ പല ആളുകളും ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിരിക്കാം. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്ക് മകന്റെ ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള ആളുകളെ നീതിപീഠത്തിന് മുൻപിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ആ ഒരു ക്യാമ്പയിൻ ഉള്ളത്. തങ്ങളുടെ സുഹൃത്തിനെ നഷ്ടപ്പെട്ട സമയത്ത് സഹപാഠികളായിട്ടുള്ള ചില ആളുകൾ ആരംഭിച്ച ആദ്യഘട്ടത്തിലെ ഒരു ക്യാമ്പയിനും ഇൻസ്റ്റഗ്രാം പേജും ഒക്കെ പിന്നീട് റിമൂവ് ചെയ്യപ്പെട്ടു. ആ സംഭവം, കുട്ടികളുടെ ആ ഒരു ഇനീഷ്യേറ്റീവിനെ തടയുന്ന ആ ഒരു സംഭവം പുറത്തായത് മുതലാണ് പൊതുസമൂഹം ഈ ഒരു കാര്യം കൂടുതലായി ഏറ്റെടുക്കാൻ തുടങ്ങിയത്. തന്റെ മകന്റെ ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട്, സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള സൂചനകൾ അമ്മ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട്, ഇൻസ്റ്റഗ്രാം പോസ്റ്റായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. നിലവിൽ ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ജനങ്ങൾ അണിനിരക്കുന്ന സമയത്ത് ആളുകൾക്കുള്ളത് ഒരു ഭീതിയാണ്. നമ്മളുടെ കുട്ടികളിലൊക്കെ നഷ്ടപ്പെടുന്ന ആ ഒരു എമ്പതിയെ കുറിച്ചിട്ടുള്ള പേടിയാണ്. ആ ഒരു പേടിയൊക്കെ അവിടെ നിലനിന്നോട്ടെ. അതിന്റെ കൂടെ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ഇതുപോലുള്ളൊരു വാർത്ത, ഇതുപോലുള്ളൊരു പോസ്റ്റ്, അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കിയേ. അവിടെ പ്രതികാര നടപടിയെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. അവരെ കിട്ടിക്കഴിഞ്ഞാൽ, ആ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്തിനാണ് നമ്മൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അവരുടെ പണിഷ്മെന്റിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നത്? അത്തരത്തിലുള്ള ചിന്താഗതി നമ്മൾ വെച്ചുകൊണ്ട് നടക്കുകയും, പ്രതികാര ചിന്താഗതി നമ്മൾ വെച്ചുകൊണ്ട് നടക്കുകയും, അത് ജനസമക്ഷത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ഇത് വായിക്കുന്ന കുട്ടികൾക്ക് എമ്പതി കുറഞ്ഞു പോകുന്നു എന്ന് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിയമ സംവിധാനങ്ങൾക്ക് മുൻപിലേക്ക് ഈ റാഗിങ് നടത്തിയ, ബുള്ളിങ് നടത്തിയ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിന്റെ ഉദ്ദേശം. അല്ലാതെ ഏത് തരത്തിലുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം, ഏത് തരത്തിലുള്ള പ്രതികാര നടപടി അവർക്കെതിരെ ഉണ്ടാവണം എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഇത്തരത്തിലുള്ള പോസ്റ്റുകളോ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളോ ഒക്കെ. ഈ ഒരു മെന്റാലിറ്റിയുമായി ജീവിക്കുന്ന നമ്മളുടെ ഒരു വലിയ മജോറിറ്റിയുടെ കുട്ടികൾക്ക് എമ്പതി കുറയുന്നു എന്ന് പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചില പുസ്തകങ്ങൾ, അത് മതപുസ്തകങ്ങളാണെങ്കിൽ പോലും വായിക്കാനായിട്ട് കൊടുക്കരുത്. അവിടെയൊക്കെ എപ്പോഴും ഈ ഒരു പണിഷ്മെന്റിന്റെയും പ്രതികാരത്തിന്റെയും ശിക്ഷയുടെയും ഒക്കെ കഥകളെ പറയാനായിട്ടുള്ളൂ. ഈ പ്രതികാരം, എന്തെങ്കിലും ഒരു വിയോജിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അവനെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, നമ്മുടെയൊക്കെ സന്മാർഗിക ചിന്തകൾക്ക് അതീതമായിട്ട്, നമ്മുടെയൊക്കെ ധാർമ്മിക മൂല്യങ്ങൾക്ക് അതീതമായിട്ട്, നമ്മുടെയൊക്കെ മതചിന്തകൾക്ക് അതീതമായിട്ട് ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട്, അത് നടത്തപ്പെടുന്നുണ്ട്. അവിടെ ഈ പ്രതികാരത്തെ കുറിച്ചിട്ട് സാധാരണ ജനം സംസാരിക്കാതിരിക്കുക. നമ്മളുടെ പണിഷ്മെന്റിൽ പ്രതികാരം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രതികാരത്തെ നമ്മൾ എല്ലാ കമന്റ് ബോക്സിലും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവരെ കൊല്ല്, ഇവരെ തൂക്കിക്കൊല്ല്, ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആളുകൾക്കും ആ ഒരു പ്രതികാര ചിന്താഗതിയിൽ ഉണ്ടാവത്തുള്ളൂ. ആ അമ്മയുടെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടം കുട്ടികളുടെ പ്രതികാര നടപടിക്ക് ഇരയായിട്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആ ഒരു ആത്മഹത്യ ചെയ്ത വ്യക്തിയെ ബുള്ളി ചെയ്ത, റാങ്ക് ചെയ്ത, മർദ്ദിച്ച ആളുകൾക്ക് ആ ഒരു പ്രതികാര നടപടി അവൻ്റെ അടുത്ത് എടുക്കാൻ വേണ്ടിയുള്ള ശരി തെറ്റുകളെ സ്വയമായി അങ്ങ് നിർവചിച്ച്, ആ ഒരു ശരി തെറ്റുകൾക്ക് അനുസരിച്ചിട്ട് ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മെന്റാലിറ്റിയിലേക്ക് അവർ എത്തി. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ട സമയത്ത് അവർക്ക് സന്തോഷം തോന്നിയത്. അപ്പോൾ സ്വന്തമായിട്ട് ശരി തെറ്റുകളെ, പ്രതികാര നടപടികളെ നിർവചിക്കുന്ന ആ ഒരു രോഷപ്രകടനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് സംസാരിക്കാം നമ്മുടെ ഇവിടെയുള്ള വളർന്നു വരുന്ന കുട്ടികളിലെ എമ്പതി കുറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട്. തൻ്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട അമ്മ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിക്കാം. ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. 2025 ജനുവരി 15 എൻ്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവത്തിന്റെ പിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നത്. രചന PM എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ്. 14-കാരനായ മിഹിറിന്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിഹിർ സ്കൂളിൽ നിന്ന് താമസ സ്ഥലമായ തൃപ്പൂണിത്തറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ച കഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ 26ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തന്റെ ജീവൻ ഒടുക്കുകയും ചെയ്തു. സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണ് എന്ന് ഞങ്ങൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മിഹിർ 3 മാസം മുൻപ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു. അവന്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും
അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്നത് വ്യക്തമാവുകയായിരുന്നു. അത്തരമൊരു നിസ്സഹായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകളും ഞങ്ങൾക്ക് ലഭ്യമാവുകയുണ്ടായി. പൊതുസമൂഹത്തിന്റെ ക്രോസ് വിസ്താരത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചില ആളുകൾ ഉന്നയിക്കുന്നത് കണ്ടു. ഈ മിഹിർ എന്ന ബാലൻ മുന്നേ പഠിച്ച സ്കൂളിൽ നിന്നിട്ട് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കപ്പെട്ട വ്യക്തിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ രണ്ടാമതൊരു സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തന്നെയല്ല അങ്ങടേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാതിരിക്കുക. പുതിയൊരു സ്കൂളിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ റാങ്ക് ചെയ്ത നടപടിയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ക്രൈം നടന്നു, ഒരാൾ ആത്മഹത്യ ചെയ്തു. അവിടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഉണ്ടല്ലോ, ആ ഒരു ഘടകം വളരെ പ്രോബ്ലമാറ്റിക് ആണ്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പുതുതായിട്ട് ഒരു വിദ്യാർത്ഥി വരുന്ന സമയത്ത്, അച്ചടക്ക നടപടി നേരിട്ട ഒരു വിദ്യാർത്ഥി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളെ പോലെ തന്നെയുള്ള ഡൗട്ടുകൾ ചില കുട്ടികൾക്ക് ഉണ്ടായിരുന്നായിരിക്കാം. പുതുതായി വന്ന ഒരാളെ ആ ഒരു സ്കൂളിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ നിന്ന് ഓടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു റാഗിംഗ് പ്രൊസീജിയറിലാണോ ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്ന പീഡനങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മറ്റൊരു സ്കൂളിൽ നിന്ന് ഒരു ബാലൻ പുതിയൊരു സ്കൂളിലേക്ക് വരികയാണ്. അവൻ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി സ്കൂളിലേക്ക് വരുന്ന സമയത്ത് തങ്ങളുടെ ആ ഒരു മാസ് അപ്പീലിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചിന്തയൊക്കെ ചില ഗ്യാങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ വരേണ്ടതാണ്. അധികം വൈകാതെ ആ ഒരു സ്കൂളിൽ സഹപാഠികളായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ പുറത്തേക്ക് എത്തിക്കുമെന്ന് തോന്നുന്നു. കുട്ടികളുടെ ഒരു സൈക്കോളജിയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം കുറേയധികം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടാവും. ആ ഒരു സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ആ ഒരു സ്കൂളിൽ നിഷ്പക്ഷമായിട്ട് എത്തിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരും സ്റ്റുഡൻസുമാണ്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവന് ശാരീരിക ഉപദ്രവം ഏൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. ഇപ്പോഴും ഒരു പേര് കേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായി ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം മനസ്സിലാക്കേണ്ടതാണ്. അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തി എന്നത് നിസ്സാരമായ ഒന്നല്ല. ഫക്ക് നിഗ്ഗ ഹി ആക്ച്വലി ഡിഡ് എന്ന് തുടങ്ങിയ മെസ്സേജുകളിലൂടെ മരണം വരെ തിമിർത്ത് ആഘോഷിച്ച ആ ഒരു ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എൻ്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് വായിച്ചെടുക്കാൻ കഴിയും. ആ സ്ക്രീൻഷോട്ട് കണ്ട സമയത്ത്, ആ മെസ്സേജ് കണ്ട സമയത്ത് നിങ്ങളിൽ പല ആളുകൾക്കും പേടി തോന്നിയിട്ടുണ്ടാവും. എന്താണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആയി മാറിയിരിക്കുന്നത്? എനിക്കൊട്ടും പേടി തോന്നിയില്ല. ഇത് ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളുടെ മരണത്തെ ആഘോഷിക്കുന്ന ചില വലിയ മസ്കുലിൻ കൊച്ചു വിടലുകളുണ്ട്. ഈ 10ഉം 15ഉം ഏജുള്ള കുട്ടികൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേയധികം ഐഡിയകളൊക്കെ ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാമിൽ തിമിർത്താടാറുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ചില ആളുകൾ മരണപ്പെട്ട സമയത്ത്, അവർ ആത്മഹത്യ ചെയ്ത സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. ശരി തെറ്റുകളെ സ്വന്തമായി നിർവചിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണ് നമ്മൾ. നമ്മുടെ മക്കളും അങ്ങനെയൊക്കെ ആവത്തുള്ളൂ. ഇവിടെ ശരി തെറ്റുകളെ നിർവചിക്കുന്ന എന്താണ്? വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് നിർവചിക്കുന്ന എന്താണ്? വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് നിർവചിക്കുന്ന എന്താണ്? അതെല്ലാം ബൈബിളും ഖുറാനും ഗീതയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഭരണഘടനയൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ശരി തെറ്റുകൾ നിർവചിക്കാനായിട്ടും പ്രതികാര നടപടിയിലേക്ക് പോകാനായിട്ടും ട്രെയിൻ ചെയ്യുന്ന ആളുകളുടെ മക്കൾ അവരുടെ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായി ഒരാൾ ഇല്ലാതാവുന്ന സമയത്ത് ആഘോഷിക്കും. അങ്ങനെ ധാരാളം ആളുകളെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ജീവനൊടുക്കിയ ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങൾക്ക് അവൻ ഇരയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകളും ഇതോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നുണ്ട്. അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഇതെല്ലാം ശരിയാവണ്ണം പുറത്തു വരേണ്ടതും ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുമാണ്. സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറംലോകം അറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന തരത്തിലുള്ള സമീപനം ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. ഈ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അവന്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരുള്ള ഇൻസ്റ്റഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതും ഏതോ സമ്മർദ്ദ ഫലമായിട്ടായിരിക്കാം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സത്യം മൂടി വെക്കാൻ ഏത് ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായാലും പൊതുസമൂഹവും മാധ്യമങ്ങളും അവരുടെ ബാധ്യത നിർവഹിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. എന്റെ പ്രിയപ്പെട്ട മകന്റെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി ഇതിനകം പോലീസിൽ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും DGPക്കും കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച്
കൊണ്ടുള്ള പരാതിയും നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനിൽ 42/2025 എന്ന നമ്പറിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്റെ മകൻ മുൻപ് പഠിച്ചിരുന്ന കൊച്ചി ജെയിംസ് സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പലിൽ നിന്നും അവൻ നേരിട്ട മാനസിക പീഡനത്തെ സംബന്ധിച്ചും ഞങ്ങൾ ബാലാവകാശ കമ്മീഷന് കഴിഞ്ഞ ദിവസം വിശദമായ പരാതി നൽകിയിട്ടുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മകന്റെ ജീവൻ അപഹരിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിന്റെ മുൻപിൽ എത്തിച്ച് അർഹമായ ശിക്ഷ നൽകണം എന്നതാണ് ഒരു മാതാവ് എന്ന നിലയിൽ എന്റെ ആവശ്യം. അതിനുവേണ്ടി സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. നിയമത്തിലും സംവിധാനത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയും ഇനിയും ഇത്തരം സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനുമായി ഒപ്പം മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം ഉണ്ടാകും എന്ന വിശ്വാസവും പ്രതീക്ഷയും എനിക്കുണ്ട്. അത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മിഹിർ എന്ന 15-കാരന്റെ മാതാവ് എന്നതിനപ്പുറം അവനെ പോലുള്ള 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അവന്റെ മരണം ദൗർഭാഗ്യകരമെങ്കിലും അത് ഒട്ടേറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന ഒന്നാകുമെന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോവാൻ നിയമ പോരാട്ടത്തിന് ഞാൻ ഒരുക്കമാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. രചന PM, മദർ ഓഫ് മിഹിർ അഹമ്മദ്. എഞ്ചിനീയറിംഗ് മെഡിസിൻ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി മാത്രമായി ജനിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം കുട്ടികൾ നമുക്കുണ്ട്. അവർക്ക് വേറെ വികാരങ്ങളൊന്നുമില്ല, അവർക്ക് വേറെ സാഹചര്യങ്ങളൊന്നുമില്ല. അവരിങ്ങനെ ഇതുപോലുള്ള ശീതീകരിച്ചിട്ടുള്ള ക്ലാസ് റൂമുകളിൽ അവരുടെ സമാന റിക്വയർമെൻറ്റുകളുമായി വന്നിട്ടുള്ള അടിച്ചേൽപ്പിക്കപ്പെട്ട കുറേയധികം ആളുകൾക്കിടയിൽ നിന്ന് പഠിക്കുകയാണ്. ഈ സ്കൂളുകൾ, അതിൻ്റെ മാനേജ്മെൻറ്റുകൾ, അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിന് മികച്ച മാർക്ക് കിട്ടുന്ന ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ നല്ല വിദ്യാർത്ഥികളെ ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠന മികവിനെ കുറിച്ചിട്ടും അവരുടെ ആ ഒരു ശേഷിയെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഏറ്റവും നേരത്തെ ഉള്ള ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ട്രെയിനിങ് അങ്ങ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു സമ്മർദ്ദത്തിനിടയിൽ ഈ പിള്ളേർക്കൊക്കെ എങ്ങനെ എമ്പതി ഉണ്ടാവാനായിട്ടാണ്? ഇങ്ങനെയുള്ള സ്കൂളുകളുടെ പേര് പോകും പോലും ഈ പേരൊന്നും പോകത്തൊന്നുമില്ല. ഇവിടെ ഉള്ളൊരു വലിയ മജോറിറ്റി പേരൻസ്, എമ്പതി ഇല്ലാത്തൊരു വലിയ മജോറിറ്റി കുട്ടികളുടെ പേരൻസ് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടത്തൊന്ന് കേട്ടിട്ടുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വിചാരിക്കുന്നത് വളരെ കണിശക്കാരായിട്ടുള്ള അധ്യാപകരുള്ള സ്കൂളാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളാണ്, അല്ലാതെ ഉഴപ്പി നടക്കുന്നവന്മാരൊക്കെ അവിടെ സർവൈവ് ചെയ്യില്ല, അതാണ് ഇത് തെളിയിക്കുന്നത് എന്ന് ചിന്തിച്ച് തങ്ങളുടെ മക്കൾക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് കൊടുക്കാനായിട്ട് വിചാരിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊരു സിനിമയിൽ, പണ്ട് കണ്ട ഒരു സിനിമയിൽ കണ്ട ഒരു സീനുണ്ട്. ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസ്, മെഡിസിൻ എൻട്രൻസിന് വേണ്ടി കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾ ബോധം കിട്ടി വീഴുമ്പോൾ അവരെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള സംവിധാനമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഇവിടെ റിയലായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അതൊക്കെ തങ്ങളുടെ മക്കളെ വിട്ട സ്ഥാപനത്തിൻ്റെ പെരുമയായിട്ട് പറയുന്ന കുറേയധികം പേരൻസ് ഉണ്ട്. യാതൊരു എമ്പതി ഉണ്ടാവില്ല, കുട്ടികൾക്ക് ഉണ്ടാവില്ല. അവർക്കിതൊക്കെ പ്രതികാര നടപടികൾ. ആ കുട്ടി മരിച്ചപ്പോൾ അവർ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ശരി തെറ്റുകളിൽ ആ ഒരു പയ്യൻ തെറ്റുകാരനാണ്. അവരവനെ ഇല്ലാതാക്കി. അവർക്ക് ആ ഒരു പയ്യനോട് സോഫ്റ്റ് കോർണർ തോന്നുന്നില്ല, എമ്പതി തോന്നുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രതികാര നടപടികളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ജനറേഷൻ തന്നെയാണ്. നമ്മളാണ്, ഇപ്പം ഞാനടങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങളടങ്ങുന്ന ഒരു സമൂഹമാണ് ഈ ഒരു ജനറേഷൻ്റെ ഫേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കലാപരമായിട്ടുള്ള സൃഷ്ടികൾ, നമ്മുടെ വാർത്തകൾ, നമ്മുടെ കണ്ടൻറ്റുകൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതുങ്ങളൊക്കെ ഇങ്ങനെയായി പോകുന്നത്. ഏറ്റവും വയലൻസ് ഉള്ള സിനിമ, ഏറ്റവും ക്രൂരമായിട്ടുള്ള സിനിമ, ടോക്സിക്, ആനിമൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് നമ്മൾ ന്യായവാദം കൂടെ അങ്ങ് വിളമ്പും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആരും കോപ്പി അടിക്കുന്നില്ല. ഇതൊക്കെ കണ്ട് കോപ്പി അടിക്കുന്നവനൊക്കെ മണ്ടനായിരിക്കും. ഇവിടെ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കായിരിക്കും. വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇതിലൊക്കെ വീണു പോകുന്നത്. ബുള്ളിങ് കാരണം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് ബുള്ളിങ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മരണമാണ് നമുക്ക് നഷ്ടം. ഈ ബുള്ളി ചെയ്ത അവന്മാരെ കൊണ്ട് ലോകത്തിന് ഒരു ഗുണമില്ല. അവന്മാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, ബാക്കിയുള്ള ആളുകൾക്ക് പാരാവുന്ന ആളുകളാണ്, ഒട്ടും എമ്പതി ഇല്ലാത്ത ആളുകളാണ്. ഒരാൾ വീക്കായിട്ട്, ഇന്നത്തെ കാലത്ത് ഒരാൾ വീക്കായിട്ട് ലോകത്ത് നിന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനാണ് എമ്പതിയുള്ള ഒരാൾ, അവനെയാണ് സമൂഹത്തിന് വേണ്ടത്. അപ്പോൾ ഇത് സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ്. ബാക്കിയുള്ളവന്മാർ 16 വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്നുള്ളൊരു പരിഗണന ലഭിക്കും. 16 വയസ്സിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഹീനിയസ് ക്രൈംസിലൊക്കെ പെടുത്തിയിട്ട് അവന്മാരെ അഡൽട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു കേസൊക്കെ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരോപണമൊക്കെ ശരിയാണെന്ന് പ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി ക്രൂരമായിട്ടുള്ള നടപടിയൊക്കെ തന്നെയാണ്. ഒത്തിരിയധികം ലയബിലിറ്റീസ് ഈ കുട്ടികൾക്ക് വരും. 16 വയസ്സിന് മുകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അസോൾട്ട് ആൻഡ് ഹേർട്ട്, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അബൻമെന്റ് ഓഫ് സൂയിസൈഡ്. ഇനി സ്കൂളിൻ്റെ അധികൃതർക്ക് വെറുതെ മാറി നിൽക്കാൻ പറ്റുമോ? ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. അവിടെ റാഗിങ് നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. അകത്ത് കിടക്കാൻ വരെ വകുപ്പുള്ള
കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് റിമൂവ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വല്ല പ്രൂഫും പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി ആയി, ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ് ആയി. ഇനി റാഗ് ചെയ്തിട്ടുള്ള, ബുള്ളി ചെയ്തിട്ടുള്ള ആവന്മാർ 16 വയസ്സിന് താഴെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ അകത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നേട്ടം? ഒരു നേട്ടമില്ല. ഇവന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവന്മാരുടെ പഠന കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതുണ്ട്, ഇവന്മാരെ കുറച്ച് അനുകമ്പയോടെ നോക്കിക്കണ്ടിട്ട് ഇവന്മാർക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവന്മാരകത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഈ മെൻറ്റാലിറ്റിയുമായിട്ട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ മികച്ച ക്രിമിനലുകളായിട്ട് പുറത്തേക്ക് വരാം എന്നുള്ളതല്ലാതെ ഇവന്മാർക്ക് കറക്ഷൻ, നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഈ പണിഷ്മെൻറ്റിനേക്കാളും കൂടുതലായിട്ട് റിഫോർമേഷൻ, കറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന നിയമ സിസ്റ്റമാണ്. അങ്ങനെയാണ് വേണ്ടത്. പ്രതികാര നടപടി വലിയ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുട്ടികളുണ്ടാവും, അത് സ്വാധീനിക്കപ്പെടും എന്നുള്ളതാണ്. നമുക്ക് ഈ ക്രൈം കുറയ്ക്കാനായിട്ട് ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് പൊതു സ്വഭാവം മാറുക എന്നുള്ളതാണ്. നിങ്ങളിൽ പല ആളുകൾ നിഷേധിക്കുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, നിങ്ങളൊരു കൂട്ടത്തിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നത്? നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന കുറേയധികം സമീപനങ്ങളുമായിട്ടാണ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് കറക്റ്റായിട്ട് നമുക്ക് പറ്റിയ ആളുകളെ നമ്മൾ തേടി പിടിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും നമ്മളെപ്പോലെ എമ്പത്തറ്റിക് ആയിട്ടുള്ള, നിങ്ങളുടെ കുട്ടി എമ്പത്തറ്റിക് ആണ്, നിങ്ങളുടെ കുട്ടി തേടുന്ന ഫ്രണ്ടും അങ്ങനെ ആയിരിക്കും. അവൻ എമ്പത്തറ്റിക് ആണെന്നുണ്ടെങ്കിൽ അവൻ പിന്നീട് ജീവിക്കുന്ന സമയത്തോ സ്കൂളിൽ ജീവിക്കുന്ന സമയത്തോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ നിങ്ങളുടെ കുട്ടി എമ്പത്തറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ അവൻ ചെന്ന് ബാക്കിയുള്ള ക്രിമിനൽസുമായിട്ട് ചേർന്നിട്ട് അവർ ബാക്കിയുള്ള ആളുകൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കും. പണ്ടത്തെ കാരണന്മാരൊക്കെ പറയുമല്ലോ, കതിരെ കൊണ്ടേ വളം വെച്ചിട്ട് കാര്യമില്ല. ഈ നെല്ല് നടുന്നവനും അതേപോലെ തന്നെ അതിൻ്റെ വളർച്ച സമയത്തുമൊക്കെ കാര്യമായിട്ട് വേണ്ടത് കൊടുക്കണം. അല്ലാതെ ഒരു ഘട്ടത്തിൽ അത്യാവശ്യം കത്തിയെടുത്ത് കുത്താൻ പറ്റുന്ന ഒരു പ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരുത്താൻ വലിയ പാടാണ്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ, +2 പഠിക്കുന്ന ഒരു പയ്യൻ സഹപാഠിയെ കുത്തിയിട്ടുണ്ട്. കുത്തി എന്നൊക്കെ കേട്ടപ്പോൾ പേടിയാവും. എന്തോ ലാബിലെ കത്തി കൊണ്ടാ കുത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു, എന്നാലും കുത്തിയില്ലോ. അതേപോലെ കഴിഞ്ഞ ദിവസം ഒരുത്തൻ SI എടുത്ത് നിലത്തടിച്ചു എന്ന് +2 പഠിക്കുന്ന ഒരു പയ്യൻ. അവൻ്റെ അച്ഛന് പോലും ആ ഒരു ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ അവൻ്റെ വകതിരിവ് അതാണ്. അവനെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്ത് ബന്ധം അവൻ രൂപീകരിച്ചതും അവനെ വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. വളരെ റെയർ ചാൻസ് മാത്രമേ ഉള്ളൂ നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി ചീത്ത കൂട്ടുകെട്ട് അങ്ങടെ കൂടിപ്പോയി ചേർന്നേക്കാം എന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ അവനെ നശിപ്പിച്ചേക്കാമെന്ന് അവർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം. ചേരേണ്ടവർ ചേരും, അവർ സൗഹൃദങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൂട്ടങ്ങളിലേക്ക് വിടുന്ന തരത്തിലേക്ക് കുട്ടികളെ മാറ്റാതിരിക്കുക. നമ്മൾ എമ്പതിയുള്ള ആളുകളാവുക, അപ്പോൾ മക്കൾക്കും എമ്പതി വരും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. എൻ്റെ മാത്രം ചിന്തയല്ല. നിങ്ങൾ ഓൺലൈൻ റിസർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് ആ ഒരു അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. നന്ദി.